ഈ ഒരു കള്ളന്മാരുടെ ഗ്യാങ്ങിനെ പോലീസ് അറസ്റ്റ് ചെയ്യാണ്. പക്ഷെ അവരാ ജയിലിലാക്കുന്നതിന് പകരം ആ ഓഫീസർ പറയാണ്, എൻ്റെ അപ്പൂപ്പന് ഒരു അരൺമനയുണ്ട്, അവിടെ പ്രേതം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾ അവിടെ താമസിച്ച് അവിടെ പ്രേതമില്ലെന്ന് എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വെറുതെ വിടാമെന്ന് പറയാണ് അയാൾ. അങ്ങനെ ഇവരും ജയിലിൽ പോകുന്നതിനേക്കാളും നല്ലത് ഇതെത്ര ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ട് ആ അരൺമനയിലേക്ക് പോവാണ്. ആ അരൺമനയിലുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവരങ്ങോട്ട് പോകുന്നത് തന്നെ. അങ്ങനെ ഇവരങ്ങോട്ട് വരുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രേതങ്ങളൊക്കെ ഇവരെ വരവേൽക്കാൻ വേണ്ടി റെഡിയാവാണ്. 80 വർഷങ്ങൾക്ക് മുമ്പ് ഈ അരൺമനയുള്ള സ്ഥലം കതിരേശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് സേതുപറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വാങ്ങിയിട്ട് തൻ്റെ ഭാര്യയായിട്ടുള്ള ആനബെല്ലയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയ മാളിക തന്നെ അവിടെ കിട്ടുകയാണ്. അങ്ങനെ ഈ അരൺമന കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ആ കതിരേശൻ ഈ സേതുപതിക്കും അവൻ്റെ വൈഫായിട്ടുള്ള അനബെലയ്ക്കും ഭക്ഷണത്തിൽ വിഷം വെച്ചിട്ട് അവരെ കൊന്നിട്ട് ഇയാളും അയാളുടെ ഫാമിലിയും അവിടെ ജീവിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ സേതുപതിക്ക് വിശ്വസ്തരായിട്ടുണ്ടായിരുന്ന ഒരു പണിക്കാരെ ഇവരുടെ എല്ലാവരുടെയും ഭക്ഷണത്തിൽ വിഷം വെച്ചിട്ട് ആ വിഷമുള്ള ഭക്ഷണം ഇവനും കഴിച്ചിട്ട് ഇപ്പം മരിച്ച് പ്രേതമായിട്ട് ആ അരൺമനയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാതെ മോക്ഷം കിട്ടാതെ അവിടെ തന്നെ നിൽക്കുവാണ്. ഇപ്പോൾ അനബെല്ലയുടെ അതേ രൂപമുള്ള ഇവളെ കണ്ടിട്ട് ഇവൾ അനബെല്ലയുടെ മറുപിറവിയാണ്, ഇവളെ വിചാരിച്ചാൽ നമുക്ക് മോക്ഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് മോക്ഷം കിട്ടുന്ന ആ പ്രേതങ്ങളൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ ആ അരൺമനയും ഇവൾ ഒറ്റയ്ക്ക് സ്വന്താക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു പൗർണമി ദിവസം അവളുടെ അമ്മ ഉണ്ടാക്കിയ ഫുഡാണെന്ന് വിചാരിച്ചിട്ട് ആ പ്രേതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡൊക്കെ അവൾ കഴിക്കുകയാണ്. അങ്ങനെ അവൾ ഉറക്കം എണീറ്റതും ആ പ്രേതങ്ങളെയൊക്കെ അവൾക്ക് കാണാൻ പറ്റുകയാണ്. അങ്ങനെ അവരുടെ അടുത്ത് നിന്ന് ഈ അരൺമനയുടെ കഥയൊക്കെ മനസ്സിലാക്കി അവളും ഞാൻ നിങ്ങളെ എങ്ങനെയെങ്കിലും മോക്ഷം കിട്ടിക്കാന്ന് പറയാണ്. അങ്ങനെ അടുത്ത ദിവസം ഇവരോട് ഇവിടെ താമസിക്കാൻ പറ്റുള്ള ആ ഇൻസ്പെക്ടർ അയാളുടെ അപ്പൂപ്പനെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവർ ഇത്രയും ദിവസം ഇവിടെ താമസിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ പ്രേതം ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ താമസിച്ചിരിക്കുന്ന അവരോട് പുറത്തു പോകാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഇവരും പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫൈറ്റ് കിടക്കാണ്. അങ്ങനെ ആ പോലീസ് ഗ്യാങ്ങിനും ഇവർക്കും തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് കിടക്കാണ്. അപ്പം തന്നെ ഈ പാലസ് തന്നെ ഇപ്പോൾ ഗവൺമെൻറ് കൺട്രോളാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഫൈറ്റ് അവിടെ തടഞ്ഞിട്ട് ആ മരിച്ച സേതുപതിയുടെ രൂപത്തിലുള്ള പോലീസുകാരൻ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ഇപ്പോൾ ആ സേതുപതിയുടെയും അനബെലയുടെയും മറുപിറവി ഇപ്പോൾ ആ അരൺമനയിൽ വെച്ചിട്ട് തന്നെ ഒന്നു ചേരുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ പ്രേതങ്ങൾക്കും മോക്ഷം കിട്ടുകയാണ്.